156 മുതൽ 112 വരെയുള്ള വചനങ്ങൾ. أعوذ بالله من الشيطان الرجيم. إن في هذا لبلاغا لقوم عابدين. وما أرسلناك إلا رحمة للعالمين. قل إنما إلي أنما إلهكم إله واحد فهل أنتم مسلمون؟ فإن تولوا فقل آذنتكم على سواء وإن أدري أقريب أم بعيد ما توعدون إنه يعلم الجهر من القول ويعلم ما تكتمون وإن أدري لعله فتنة لكم ومتاع إلى حين قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹീങ്ങളായ അവന്റെ അടിമകൾക്ക് ഈ ലോകത്ത് അള്ളാഹുവിനെ ആരാധനയിലേക്ക് ജീവിക്കുന്ന ഇബാദത്തിൽ ജീവിക്കുന്ന ആദരവുമായ ആളുകൾക്ക് വലിയ സന്ദേശവും മര്യാദയും ബലാമൻ എന്നാണ് അവിടെ പ്രയോഗപ്പെടുന്നത്. ബലാമ എന്ന് പറഞ്ഞ സന്ദേശം എന്നതിന് ഭാഷാപരമായ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ മര്യാദ എന്നൊരർത്ഥമുണ്ട്. ഇന്നത്തെ ഹാദ എന്ന് പറഞ്ഞതിൽ ഈ ഹാദ ഇത് എന്ന് പറഞ്ഞതിൽ എന്താണ് ഉദ്ദേശം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ 2-3 വിശദീകരണങ്ങൾ നമുക്കതിൽ കാണാൻ കഴിയും. മുകളിൽ പറഞ്ഞ വാഗ്ദാനമാണ് ഉദ്ദേശം. അള്ളാഹു ചെയ്ത വാഗ്ദാനത്തിൽ വിശ്വാസികൾക്ക് മതിയായതുണ്ട്, ആഗ്രഹികളായ ആളുകൾക്ക് മതിയായതുണ്ട്. ഈ ലോകത്ത് ശരിക്കും ഇബാദത്തിൽ ജീവിക്കാൻ ആ ഒരു വാഗ്ദാനം തന്നെ മുൻനിർത്തിയാൽ മതിയായതാണ് എന്നുണ്ട്. മറ്റൊരു അഭിപ്രായമായി പറഞ്ഞത് ഇന്നത്തെ ഹാദ എന്ന് പറഞ്ഞാൽ ഈ ഖുർആനിൽ എന്ന അർത്ഥമുണ്ട്. ഈ ഖുർആനിൽ അവർക്ക് മതിയായതുണ്ട് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മറ്റു പണ്ഡിതന്മാർ പറഞ്ഞ ഒരു അഭിപ്രായം, ഈ സൂറത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ആ കാര്യങ്ങളിലൊക്കെ അവർക്ക് മതിയായതുണ്ട് എന്നാണ്. എങ്ങനെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആ വാഗ്ദാനങ്ങളൊക്കെ, പരിശുദ്ധ ഖുർആനിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ, ഈ ആയത്തിൽ പരാമർശിച്ച വാഗ്ദാനങ്ങൾ, തെളിവുകൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മതിയായത് തന്നെയാണ്. അത് ഇബാദത്ത് എടുക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് മാത്രം, മറ്റുള്ളവർക്ക് അതിൽ കാര്യമായി ഒന്നും തന്നെ ലഭിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഇബാദത്ത് എടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് ഇതിലൊക്കെ കൃത്യമായ സന്ദേശമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ശേഷം അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകർക്ക് റഹ്മത്തായി കൊണ്ടാണ്, കാരുണ്യമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നടത്തിയ വലിയൊരു കാരുണ്യ പ്രവർത്തനം ആളുകളെ തൗഹീദ് പഠിപ്പിച്ചു, ആളുകളെ തൗഹീദിലേക്ക് കൊണ്ടുവന്നു എന്നതാണ്. ഈ ദുനിയാവിൽ അവർ ക്ഷണികമായ കാലമാണ് ജീവിക്കുന്നത്. ആ കാലത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അവർ ജീവിക്കുന്ന, അവർക്ക് ശാശ്വതത്വം നൽകുന്ന ഒരു ലോകത്ത് വിജയിക്കാനുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക എന്നാണ് ഏറ്റവും വലിയ കാരുണ്യം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതും ആ ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൗത്യം കൃത്യമായി നിയോഗ ലക്ഷ്യം കൃത്യമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് ഒരാൾക്ക് കടക്കാവുന്ന, നരകത്തിൽ നിന്ന് ഒരാളെ അകറ്റാവുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് പറഞ്ഞു പോയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ടു, യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ, ഉദു അലൽ മുശ്രിക്കീൻ, മുശ്രിക്കീകൾക്കെതിരെ താങ്കൾ പ്രാർത്ഥിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലം ഉബഅസ് ലഅാനൻ വ ഇന്നമാ ബുഇസ്തു റഹ്മതൻ. ഞാൻ ആളുകളെ ആക്ഷേപിക്കുവാൻ വേണ്ടി വന്നവരല്ല, മറിച്ച് അവർക്ക് കാരുണ്യമായി കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ്. അപ്പൊ മുശ്രിക്കുകളായ ആളുകളോട് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പറഞ്ഞ് ഈ സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു പ്രബോധന ദൗത്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിൽ ഉണ്ടായിട്ടുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാരുണ്യമായി എണ്ണപ്പെടുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യമായി എണ്ണപ്പെടുന്നത് പല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആദ്യ പരിഗണന അതിൽ തന്നെയാണ്. അതുകൊണ്ടാണ് അടുത്ത ആയത്തിൽ 108ാമത്തെ ആയത്തിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ഇന്നമാ യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ഫഹൽ അൻതും മുസ്ലിമൂൻ. ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ഇന്നമാ യൂഹാ ഇലയ്യ, എന്നിലേക്ക് അയക്കപ്പെട്ടിട്ടുണ്ട്, എന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി നൽകിയിട്ടുള്ള കാര്യം, അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനായ ഇലാഹാകുന്നു, അവരാണ് നിങ്ങളുടെ ഇലാഹ് എന്ന കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ അതിനെ കീഴൊന്നുമില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏകനായ ആരാധനായിട്ടുള്ളവൻ, മറ്റാരും ഇല്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ആ കാര്യം പറഞ്ഞു കൊടുത്ത് അതവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് കൊടുക്കുന്ന വഹി. ആ കാര്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത്. അതാണ് അവരോട് കാണിച്ച ഏറ്റവും വലിയ റഹ്മത്ത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കടന്നു വരിക, അതിലേക്ക് നിങ്ങൾ വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യമായി ഏറ്റെടുക്കുകയും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതാന്ത്യം വരെ കൊണ്ടു നടക്കുകയും ചെയ്തത് നമ്മളൊക്കെ വായിക്കുന്നു, പഠിക്കുന്നു. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, അൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ അത് കീഴൊതുങ്ങുന്നില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വഹദാനിയത്തിനെ അംഗീകരിച്ചുകൊണ്ട്, ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ആ അല്ലാഹുവിന്റെ തൗഹീദിലേക്ക് നിങ്ങൾ കീഴ്പ്പെട്ടു വരുന്നില്ലേ? ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾ കൃത്യമായി ഇബാദത്തുകൾ നൽകി അല്ലാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നില്ലേ? ഈ ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആ കാരുണ്യം അതവരിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതവരിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്യല്ല, നിങ്ങൾ തൗഹീദിലേക്ക് വരൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ ഉറപ്പുവരുത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്നാലും ഇതൊക്കെ പറഞ്ഞാലും ദഅവത്ത് നടത്തിയാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ആളുകൾ പോലും അതിൽ നിന്നൊക്കെ തിരിഞ്ഞു പോയത് നമ്മൾക്ക് ചരിത്രത്തിൽ വായിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ സമാധാനപ്പെടുത്താൻ, ആ പ്രവാചകനോട് മറുപടി എന്താണ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളോട് പറയാൻ വേണ്ടി പറഞ്ഞു, ഫൈൻ തവല്ലൗ ഫഖുൽ ആദൻതുകും അലാ സവാ വഇൻ അദ്രിയ ഖരീബുൻ അം ബഈദുൻ മാ തുഅദൂൻ. വൈൻ തവല്ലൗ, ആ ആളുകൾ ഇതിലേക്കൊക്കെ ക്ഷണിക്കുമ്പോൾ തിരിഞ്ഞു കളയുന്നുവെങ്കിൽ ഫഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, ആദൻതുകും അലാ സവാഇൻ, എനിക്കറിയുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്റെ അറിവും നിങ്ങളുടെ അറിവും ഒരുപോലെയായിട്ടുണ്ട്. ഞാൻ എനിക്കറിഞ്ഞ കാര്യങ്ങൾ ഇതാ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. അറിവിന്റെ വിഷയത്തിൽ എനിക്കും നിങ്ങൾക്കും ഇതാ ഒരേപോലെയായിട്ടുണ്ട്. നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതും അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്ത കാര്യം അതെന്നാണ് വരിക എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എന്റെയും നിങ്ങളുടെയും അറിവ് അതിൽ ഒരുപോലെ തന്നെയാണ്. അത് സമീപസ്ഥമാണോ അതല്ല വിദൂരമാണോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ആ വഹിയെ ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ വാഗ്ദാനം വരാനുണ്ട്. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കാത്തവർക്ക്, അതിനേക്കാൾ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് ആ ഖിയാമത്ത് വരാനുണ്ട്, അവിടെ ശിക്ഷകളുണ്ട് എന്ന കാര്യം ഇതാ ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിഷേധിച്ച് തള്ളി മുന്നോട്ട് പോകുന്ന ആളുകളോട് പറയാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു കൊടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഫൈൻ തവല്ലോ, അവർക്ക് ഈ ദഅവത്ത് ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇതൊന്നും സ്വീകരിക്കാതെ പോകുന്നുവെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക, ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്, ഒരു വാഗ്ദാന ദിവസം നിങ്ങൾക്ക് വരാനുണ്ട്, ആ ദിവസം നിങ്ങൾ ഖേദിക്കുമെന്ന കാര്യം അവരെ അറിയിക്കുക. അതെന്താണ് എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അത് സംഭവിക്കും എന്നത് ഉറപ്പാണ്. അള്ളാഹുവിന്റെ വാഗ്ദത്ത ദിവസം അത് സംഭവിക്കുക തന്നെ ചെയ്യും. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും വിട്ടുകളയുകയില്ല. നിങ്ങൾ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ മുതൽ, നിങ്ങൾ ചെയ്ത ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവരാണ്, അതൊക്കെ രേഖപ്പെടുത്തുന്നവരാണ്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, ഇന്നഹു യഅലമുൽ ജഹറ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമുൽ ജഹറ മിനൽ ഖൗലി, നിങ്ങൾ പരസ്യമായി പറഞ്ഞ വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്, അറിയുന്നവരാണ്. വയഅലമു മാ തക്തുമൂൻ, നിങ്ങൾ രഹസ്യമാക്കി വെക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാകുന്നു. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എത്ര കാലം ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നുവോ, ഈ സത്യനിഷേധത്തിനായി മുന്നോട്ട് പോകുന്നുവോ, അത്രയും കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോൾ ആ വാഗ്ദത്ത ദിവസത്തിൽ കൃത്യമായി നിങ്ങൾക്ക് അതിനുള്ള തക്കതായ മറുപടി അല്ലാഹുവിൽ നിന്ന് ലഭിക്കും എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരം വാചകങ്ങൾ കാണാം. സൂറത്തുൽ മാഇദയിലെ 99-ാമത്തെ വചനം കാണാം, വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. സൂറത്തുൽ ത്വാഹയിൽ കാണാം, വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമുസ് സിർറ വഅഖ്ഫാ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും കൃത്യമായി അല്ലാഹു അറിയുന്നവരാകുന്നു എന്ന് സൂറത്തുൽ ത്വാഹയിൽ കാണാം. സൂറത്തുൽ മുൽക്കിൽ 13-ൽ കാണാം, വഅസ്റു ഖൗലകും അവിജ്ഹറു ബിഹി ഇന്നഹു അലീമുൻ ബിദാത്തിസ് സുദൂർ. നിങ്ങൾ രഹസ്യമാക്കട്ടെ പരസ്യമാക്കട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങൾക്കുള്ളിലുള്ളത് അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സത്യനിഷേധവുമായി മുന്നോട്ട് പോയാൽ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയും, മനസ്സിലാക്കും. അതിനൊക്കെ കൃത്യമായി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മറുപടി ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ആളുകളെ ഓർമ്മപ്പെടുത്തുന്നു. വൈൻ അദ്രി, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വൈൻ അദ്രി ലഅല്ലഹു ഫിത്നതുൻ ലക്കും വമതാഉൻ ഇലാ ഹീൻ. ഒരുപക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അദാബ് വരാത്തത്, ശിക്ഷ വരാത്തത്, അതിനെ ചിന്തിക്കുന്നത് വൈൻ അദ്രി, എനിക്കറിയില്ല, ലഅല്ലഹു ഫിത്നതുൻ, അത് പക്ഷേ നിങ്ങൾക്ക് ഫിത്നയായിരിക്കാം, അല്ലാഹു പരീക്ഷണം നൽകിയതായിരിക്കാം, വമതാഉൻ ഇലാ ഹീൻ, ഈ ദുനിയാവിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ സത്യനിഷേധത്തിലുള്ള ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം ഞാൻ ആസ്വദിച്ച് കുറച്ചു കാലം കൂടെ മുന്നോട്ട് പോകാൻ, ശിക്ഷ വർദ്ധിപ്പിച്ചു കിട്ടാൻ അല്ലാഹു നൽകുന്ന ഒരു പരീക്ഷണമായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയാണ് ഈ ആശയം വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സൂറത്ത് ആൽ ഇംറാനിൽ 178 കാണാം, വലാ യഹ്സബന്നല്ലദീന കഫറൂ അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിയസ്ദാദൂ ഇസ്മാ വലഹും അദാബുൻ മുഹീൻ. വലാ യഹ്സബന്നല്ലദീന കഫറൂ, സത്യനിഷേധികളായ ആളുകൾ വിചാരിക്കേണ്ടതില്ല, അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം, നാം വിട്ടേച്ചു കളയുന്നത് അവർക്ക് നന്മയാണ്, ഖൈറാണ് എന്നവർ വിചാരിക്കേണ്ടതില്ല. ഇന്നമാ നുംലി ലഹും ലിയസ്ദാദൂ ഇസ്മൻ, അവർക്ക് പാപങ്ങൾ വർദ്ധിച്ചു അവരുടെ ജീവിതത്തിൽ പാപങ്ങൾ വർദ്ധിക്കുവാൻ വേണ്ടിയാണ് അല്ലാഹു അങ്ങനെ ചെയ്തിട്ടുള്ളത്. വലഹും അദാബുൻ മുഹീൻ, അവർക്ക് നിത്യമായ ശിക്ഷ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ 97 കാണാം, മതാഉൻ ഖലീൽ സുമ്മ മഅവാഹും ജഹന്നമ വബിഅസൽ മിഹാദ്. മതാഉൻ ഖലീൽ, ഇത്തരം ആളുകൾക്ക് ഈ ദുനിയാവിൽ ചെറിയ ഒരു വിഭവം മാത്രമാണ് ലഭിക്കുന്നത്. അവർ ജീവിക്കുന്ന കാലം അത്രേ ഒരു ചെറിയൊരു സുഖം അവർക്ക് ലഭിച്ചേക്കാം. സുമ്മ മഅവാഹും ജഹന്നം, പിന്നെ അവരുടെ സങ്കേതം ജഹന്നം എന്ന നരകമാണ്. വബിഅസൽ മിഹാദ്, എത്ര മോശപ്പെട്ട സങ്കേതമാണ് അവർക്ക് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ റബ്ബിഹ്കും ബിൽ ഹഖ്, ഖാല റബ്ബിഹ്കും ബിൽ ഹഖ്, അല്ലാഹുവേ സത്യത്തിൽ നീ വിധിക്കുക, സത്യമായി വിധിക്കുക. ഞങ്ങൾക്കും അവർക്കുമിടയിൽ സത്യം പുൽകിക്കൊണ്ട് ജീവിക്കുന്നവർക്കും സത്യം നിശ്ചയിച്ചുകൊണ്ട് പോകുന്ന ആളുകൾക്കുമിടയിൽ ആ ശിക്ഷ ഇറക്കി രണ്ടിനെയും വിഭജിക്കുക. വറബ്ബുന റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, അവരെ പറയുന്ന അല്ലാഹുവിനെ കുറിച്ച് പറയുന്ന ഏതേത് കളവുകളുണ്ടോ ജൽപ്പനങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ മഹത്വമുള്ളവനാണ്. അവനാണ് സഹായം ചോദിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ, അവനാണ് കാരുണ്യം ഏറെയുള്ളവൻ, അവനാണ് റബ്ബുർ റഹ്മാൻ, അവനാണ് ഞങ്ങളുടെ റഹ്മാനായ റബ്ബ്. അൽ മുസ്തആൻ, സഹായം ചോദിക്കാൻ അർഹനായിട്ടുള്ളവൻ. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ അലാമാത്ത സിഫൂൻ, ഈ ആളുകൾക്ക് ജൽപ്പിക്കുന്ന കളവുകളും ആരോപണങ്ങൾക്കുമൊക്കെ ഞങ്ങൾക്ക് സഹായം ചോദിക്കാനുള്ളത് ആ റബ്ബിനോടാണ്, ആ കാരുണ്യമുള്ള റബ്ബിനോടാണ്. അതുകൊണ്ട് തന്നെ ആ കാരുണ്യം ഞങ്ങളിലേക്ക് ചൊരിയണേ, അവർക്ക് ശിക്ഷ ഇറക്കി കൊടുക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയോടുകൂടെയാണ് ഈ സൂറത്തിലൂടെ അവസാനിക്കുന്നത്. ഈ സൂറത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപാട് ആവേശം നൽകുന്ന, പ്രബോധനരംഗത്ത് ഒരുപാട് ആവേശം നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം കൂട്ടിയുറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സംഭവങ്ങളൊക്കെ ഇതിൽ ഉദ്ധരിക്കപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനുള്ളവരായി ജീവിക്കുവാനും അതനുസരിച്ചുകൊണ്ട് പഠിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാനുള്ളവരായി ജീവിക്കുവാനും അതനുസരിച്ച് മരിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. إن في هذا لبلاغا لقوم عابدين. وما أرسلناك إلا رحمة للعالمين. قل إنما يوحى إلي أنما إلهكم إله واحد. فهل أنتم مسلمون؟ فإن تولوا فقل آذنتكم على سواء. وإن أدري أقريب أم بعيد ما توعدون. إنه يعلم الجهر من القول ويعلم ما تكتمون.
وإن أدري لعله فتنة لكم ومتاع إلى حين قال رب احكم بالحق وربنا الرحمن المستعان على ما تصفون. هذا والله أعلم. صلى الله على نبينا محمد وآله وصحبه وسلم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.